കരിമ്പാടം ഡി സഭ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കരിമ്പാടം ഡി സഭ ഹൈസ്കൂളിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന കായികമേളയിൽ സ്കൂൾ മാനേജർ ജീൻ സുധാകൃഷ്ണൻ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് അനിൽകുമാർ KC കായികമേള ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടന്നു. LP വിഭാഗം വാർഷികോത്സവം വിസ്മയം 2024 ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ജീൻ സുധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈജ സജീവ്, ഡി സഭ ട്രഷറർ PV ജയപ്രകാശ്, മാതൃസംഗമം ചെയർപേഴ്സൺ മിലി സജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പറവൂരിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന പുരസ്കാരം നേടിയ ഒരു സ്കൂളാണ്. പ്രസ് ക്ലബിൻ്റെ ഏറ്റവും മികച്ച ഹൈസ്കൂൾ എന്ന പുരസ്കാരം നേടിയ നമ്മുടെ സ്കൂളിൽ ശാസ്ത്രമേളകളിലും കലാമേളകളിലും കായികമേളകളിലും മറ്റും നമ്മുടെ ഹൈസ്കൂൾ നേടി വരുന്ന പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മികച്ച പ്രവർത്തനങ്ങൾ അതിന് തയ്യാറെടുക്കുന്ന അധ്യാപകർ എല്ലാവരും ചേർന്ന് വിദ്യാലയത്തിൽ നൽകുന്ന വളരെ ഒരു മികവ് വലുതാണ്. അപ്പോൾ ഇത്തരം നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ കൊച്ചുകുട്ടികളുടെ കാര്യങ്ങൾ മറന്നുപോകും. ഇവിടെ ഒരു LP സ്കൂളുണ്ട്, ഒരു UP സ്കൂളുണ്ട്. അതൊന്നായി ചേർന്നാണ് നമ്മൾ ഹൈസ്കൂളിൻ്റെ പേരിൽ അറിയപ്പെടുന്നതെങ്കിൽ ഈ LPയിലെ കുട്ടികളെ കഴിയുന്നതൊക്കെ ശ്രദ്ധിക്കാതെ വരുന്നുണ്ടോ എന്നൊരു സംശയം മാനേജ്മെൻറ്റുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം തന്നെ ഈ ആനുവലിനെ 2 നടത്തണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ഇവിടെ ഉണ്ടായ ചില ദുഃഖകരമായ ചില സാഹചര്യങ്ങൾ മൂലം നമ്മൾ ആനുവലിനെ വളരെ ഹ്രസ്വമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് പക്ഷേ തീരുമാനിച്ചു. ഇതിൻ്റെ പ്രായം പറഞ്ഞത് മുത്തച്ഛനല്ല, മുത്തച്ഛനേക്കാൾ അപ്പുറമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 100 കൂട്ടിയാൽ അല്ല, അത് അസാധാരണമാണ്. എന്നാൽ അതിനപ്പുറമാണ് ഈ സ്കൂളിൻ്റെ പ്രായം. ഏകദേശം 120 വർഷത്തിൽ അവർ കൂടുതലുണ്ട്. 120 വർഷമായിട്ട് ഈ സ്കൂൾ അങ്ങനെ പിച്ച വെച്ച് വാർദ്ധക്യവും കഴിഞ്ഞ് അപ്പുറം കിട്ടുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിയും ഏകദേശം നല്ല നിലയിൽ തന്നെയാണ്. വസതിലിപ്പോൾ ഒരു ഹൈസ്കൂളായി നിൽക്കുകയാണ്. അടുത്ത ഒരുപക്ഷെ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ഇത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് നമ്മുടെ സർക്കാരിൻ്റെയും നയം മാറണം. ഇപ്പോഴും സ്വകാര്യ മേഖലയിലും തന്നെ ഹയർ സെക്കൻഡറി ലഭിക്കുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഗവൺമെൻറ് നയമാണ്. നയം ഒരിക്കലും ഒരു ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഡയറിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഫ്ലവേഴ്സ്, അമൃത ചാനലുകളിൽ പുല്ലാങ്കുഴലിൽ വിസ്മയം തീർത്ത ഗൗതം ദ്രാവിഡ്, ഭിന്നശേഷി സർഗോത്സവത്തിൽ യോഗാഭ്യാസം അവതരിപ്പിച്ച അഭിറാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് KP മിനി സ്വാഗതവും PTA പ്രസിഡന്റ് അനിൽകുമാർ KC നന്ദിയും പറഞ്ഞു.